ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C51 എന്നുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. 6.74 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ വരുന്നുള്ളൂ. പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല 8500 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്ക് ക്യാമറ സെയിം ആണ്, പക്ഷേ സെൽഫി ക്യാമറയിൽ 8 മെഗാ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സും കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. പകരം റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാം. അല്ല അന്ന് നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 10500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 4G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 10500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 10500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു 5G ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ C65 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇവിടുന്ന് മുതൽ നമ്മൾ പറയുന്നതൊക്കെ 5G ഫോൺസ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ നിങ്ങൾക്ക് 5G ഫോൺസ് കൺസിഡർ ചെയ്യാം. അതായിരിക്കും നല്ലത്. എന്തായാലും റിയൽമി C65 5G എന്ന ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, അത് ശ്രദ്ധിക്കണം. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6300 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 10500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ N65 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോൺ 11500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 11600 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C67 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ C65 എടുക്കുന്നതിൽ നല്ലത് ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് C67 5G എന്ന ഫോൺ എടുക്കുന്നതായിരിക്കും. കാരണം അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ റിയൽമി 12X 5G എന്ന ഫോൺ വരുന്നുണ്ട്. C67 5Gയിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ നോക്കാവുന്നതാണ്. ആ ഫോൺ 12000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് നാർസോ N70X എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണും 12000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 16000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് 5G സപ്പോർട്ടിൻ്റെ കൂടെ അമോലെഡ് ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതും 16000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ
18,600 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 പ്ലസ് അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 70 പ്രോ എന്നീ ഫോണുകൾ അവൈലബിൾ ആണ്. രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. രണ്ടിലും നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ രണ്ട് ഫോണുകളും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ റിയൽമിയുടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 9 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോൺസ് ഓക്കെയാണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT Neo 3 അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി GT 5G ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പഴയ ഫോൺസ് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോണുകൾ എടുത്താൽ മതി. ഇതിൽ റിയൽമി GT Neo 3 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൽ 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 8100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ 23,000 രൂപ പ്രൈസ് റേഞ്ചിലും 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ 24,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. 13 5G ബാൻഡ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6.43 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഇനി പഴയ ഫോൺസ് ഒന്നും വേണ്ട, പുതിയ ഫോൺസ് മതി എന്നുണ്ടെങ്കിൽ 23,700 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ്. 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+32+8 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ ഒരു 64 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. ആ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഓപ്ഷനാണ്. ഇതിൽ 6.78 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 12 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.